ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാങ്കുമായിട്ട് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടാകുമോ അതൊക്കെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ പേരാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കൗണ്ടിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും അത് രണ്ടും വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ ഇതിലേക്ക് വരേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്നുള്ളത് നോക്കാം. ശരി, നമ്മൾ ബിസിനസ്സുകാർ പലതരത്തിലുള്ള ബാങ്കിങ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ബാങ്കുമായിട്ട് പലതരത്തിലുള്ള ഇടപാടുകൾ നമ്മൾ നടത്തേണ്ടതായിട്ട് വരും അല്ലേ? ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യും. ബിസിനസ്സുകാരൻ ബാങ്കിൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ അത്തരം അക്കൗണ്ടിനെ കറണ്ട് അക്കൗണ്ട് എന്നൊക്കെയാണ് പറയാം. കറണ്ട് അക്കൗണ്ട് ആണ് നമ്മൾ ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ കച്ചവടമൊക്കെ നടത്തുന്ന ആൾക്കാർ എപ്പോഴും ഈ ചെക്ക് കൊടുക്കുക, ചെക്ക് വാങ്ങിക്കുക, ഇത്തരം ട്രാൻസാക്ഷൻസ് ഒക്കെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ആണ്. ഓക്കെ, അങ്ങനെ കറണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും, അവിടുന്ന് ഇങ്ങോട്ട് വിഡ്രോ ചെയ്യും അല്ലേ? നമ്മൾ പല ആൾക്കാർക്കും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ചെക്ക് എഴുതിയിട്ട് അവർക്ക് കൊടുക്കും, അവർ ആ ചെക്കും കൊണ്ട് ബാങ്കിലേക്ക് പോകും, ക്യാഷ് അവിടുന്ന് വിഡ്രോ ചെയ്യും. ഇങ്ങനെയുള്ള ഇടപാടുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനി നമുക്ക് ആരെങ്കിലും പൈസ ഇങ്ങോട്ട് തരാനുണ്ടെങ്കിൽ അവര് ചെക്ക് എഴുതിയിട്ട് ഇങ്ങോട്ട് തരും, നമ്മൾ ആ ചെക്ക് നമ്മളെ ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യും, ബാങ്ക് അവരുടെ അക്കൗണ്ടിൽ നിന്നും നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ ഇങ്ങോട്ടേക്ക് മാറ്റും, ക്രെഡിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. ഇത്തരം ട്രാൻസാക്ഷനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ എന്താ ഇത്ര പരിചയപ്പെടാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഇത്തരം ബാങ്കിങ് ട്രാൻസാക്ഷൻസ് വരുമ്പോൾ ഒരു അക്കൗണ്ടന്റ് എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇത്തരം ട്രാൻസാക്ഷൻസ് വരും. അപ്പൊ നമുക്ക് അറിയണം, ചെയ്തേ മതിയാകുള്ളൂ അല്ലെ? അപ്പം ബാങ്കിങ് ട്രാൻസാക്ഷനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നിങ്ങൾ ആദ്യം ഇവിടെ ചെയ്യേണ്ട കാര്യം ഈ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് നിങ്ങളുടെ നോട്ടിലേക്ക് മാറ്റി എഴുതുക. വീഡിയോ പോസ് ചെയ്ത് വെക്കുക. ഈ 5 ട്രാൻസാക്ഷൻസും നിങ്ങളുടെ നോട്ടിലേക്ക് മാറ്റി എഴുതുക. അതിനുശേഷം നിങ്ങളുടെ നോട്ടിൽ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുക, ആൻസർ നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ഇത് എഴുതിയെടുക്കുക. അതിനുശേഷം ഞാനിത് മായ്ച്ചു കളയും. പിന്നെ നമ്മൾ ആൻസർ ആണ് ഇവിടേക്ക് എഴുതാൻ പോകുന്നത്. ഓക്കെ ഓക്കെ ശരി, ആ ട്രാൻസാക്ഷൻ എഴുതി വെച്ചതിന് ശേഷം നമ്മൾ അതിന്റെ ജേണൽ എൻട്രി ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ കൃത്യമായിട്ട് ജേണലിന്റെ ആ ഫോർമാറ്റ്, ഡേറ്റ്, പർട്ടിക്കുലർ, LF, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് ഇത്ര എഴുതിയതിനു ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഞാനിപ്പോൾ തൽക്കാലം അതൊന്നും എഴുതുന്നില്ല, പക്ഷെ എപ്പോഴും ആ ഫോർമാറ്റ് ഫോളോ ചെയ്യണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. ക്ലിയർ? ഓക്കെ, നിങ്ങളുടെ ബുക്കിലുള്ള ട്രാൻസാക്ഷൻ നോക്ക്. ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക്. നമ്മുടെ ബാങ്കിലേക്ക് നമ്മള് ബിസിനസ്സുകാരൻ എന്ത് ചെയ്തു? ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിനെ നിങ്ങൾ സങ്കല്പിക്കുക. SBTയോ കാനറ ബാങ്കോ പഞ്ചാബ് നാഷണൽ ബാങ്കോ അങ്ങനെ ഏതെങ്കിലും ഒന്നിനെ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അവിടെ നിങ്ങളൊരു നിശ്ചിത പൈസ കൊടുക്കുന്നു, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, അവിടെ പൈസ കൊണ്ട് ഇടുന്നു. ക്ലിയർ? അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കിലേക്ക് പൈസ കിട്ടുകയാണ്, നമ്മളെ കയ്യിൽ നിന്ന് തൽക്കാലം അവിടത്തേക്ക് പോവുകയാണ്. രണ്ടും എൻ്റെ പൈസ തന്നെയാണ്, എനിക്കിവിടെ നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. സാധാരണ നമ്മൾ ക്യാഷ് പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് നഷ്ടപ്പെട്ടു അല്ലേ, മറ്റൊരാളിലേക്ക് പോയി എന്നൊക്കെയാണ് കണക്ക് കൂട്ടുക. പക്ഷെ ഇവിടെ എന്തുണ്ട്? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയാണ് ആ പൈസ പോകുന്നത്. നമുക്ക് നമ്മളെ കയ്യിലുള്ള പൈസ ജസ്റ്റ് ഡിജിറ്റൽ രൂപത്തിൽ ബാങ്കിൽ അവിടെ ഉണ്ട് എന്നേ അതിനർത്ഥമുള്ളൂ. ക്ലിയർ? എങ്ങനെയാ ജേണൽ എൻട്രി വരിക നമുക്ക് നോക്കാം. ബാങ്കിൽ പൈസ കിട്ടുമ്പോൾ ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരിക. ബാങ്ക് അക്കൗണ്ട് DR. ഏത് ബാങ്കാണ് പേര് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ബാങ്കിന്റെ അക്കൗണ്ട് ആ പേര് തന്നെ ഉപയോഗിക്കണം. കാനറ ബാങ്ക് ആണെങ്കിൽ കാനറ ബാങ്ക് അക്കൗണ്ട് DR. SBT ആണെങ്കിൽ SBT ഇപ്പൊ ഇല്ല, SBI ആണെങ്കിൽ SBI ബാങ്ക് DR. പഞ്ചാബ് നാഷണൽ ബാങ്ക് DR. ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ട് DR. ഓക്കെ, എന്നിട്ട് ടു ക്യാഷ് അക്കൗണ്ട്. എത്രയാണ് അതിന്റെ പൈസ? 20,000 അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇത് ഡെബിറ്റ് എമൗണ്ട് ആണ്, ഇത് ക്രെഡിറ്റ് എമൗണ്ട് ആണ്. ഓക്കെ, ഇവിടെ അതിന്റെ ഇടയിൽ LF കോളവും നറേഷനും ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ഇവിടെ പറയുന്നില്ല, കാരണം അതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ്ലി വളരെ മുന്നേ പറഞ്ഞു കഴിഞ്ഞ സംഗതിയാണ്. നമുക്ക് ഇവിടെ ഉള്ള കോൺസെപ്റ്റ് ആണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഇടയിൽ എല്ലാ കാര്യവും ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഇനി മെൻഷൻ ചെയ്യുന്നില്ല. ക്ലിയർ? ഇതാണ് ജേണൽ എൻട്രി. ഡേറ്റും കൊടുക്കണം നിങ്ങൾ. ക്ലിയർ? ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് എന്നാണ്. നമ്മൾ ഇപ്പം ബാങ്കിൽ കൊണ്ടിട്ട ആ പൈസയിൽ നിന്ന് നമ്മൾ കുറച്ച് പൈസ ഇങ്ങോട്ട് എടുത്തു. എത്ര എടുത്തത്?
2000 ആണ് എടുത്തത്. എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തത്? ഫോർ പേഴ്സണൽ യൂസ്. നമ്മളെ വ്യക്തിപരമായ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ തികച്ചും സ്വകാര്യമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ പൈസ എടുത്തത്. നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബിസിനസിന്റെ പൈസ അതിന്റെ ലാഭനഷ്ടമൊക്കെ കൂട്ടുന്നതിന് മുന്നേ, കണക്ക് കൂട്ടുന്നതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഡ്രോ ചെയ്ത് വലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ലോസ് ആണ്, നഷ്ടമാണ്, അല്ലെ? അങ്ങനെയാകുമ്പോൾ ഇവിടെ ഇദ്ദേഹം എടുത്തിട്ടുള്ള, ഓണർ എടുത്തിട്ടുള്ള 2000 രൂപ ആ ബിസിനസ്സിന് നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും അത് പേഴ്സണൽ യൂസിന് എടുക്കുമ്പോൾ അതിന് നമ്മളൊരു പേരും ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഡ്രോയിങ്സ്. ബാങ്കിൽ നിന്നാണ് എടുത്തുകൊണ്ട് എവിടെ നിന്നാണ് ക്യാഷ് കുറയേണ്ടത്? ബാങ്കിൽ നിന്ന്. സോ ജേണൽ എൻട്രി വരിക ഡ്രോയിങ്സ് അക്കൗണ്ട് DR. അറിയുന്ന ആൾക്കാർ പറഞ്ഞോ, ഡ്രോയിങ്സ് അക്കൗണ്ട് DR ടു ബാങ്ക്. നേരത്തെ ഇവിടെ ബാങ്കില്ലേ, ആ ബാങ്കിൽ നിന്നാണ് ഇപ്പം പൈസ പോയത്. എത്രയാ? 2000 വരിക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കണം, പിന്നെ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം അടുത്ത ട്രാൻസാക്ഷനിലേക്ക്. ക്യാഷ് ഫ്രം SBI ഈസ് ട്രാൻസ്ഫേർഡ് ടു കനറ ബാങ്ക്. നമുക്ക് 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, SBI ഉണ്ട്, കനറ ബാങ്ക് അക്കൗണ്ടും ഉണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്യാണ്? SBIയിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുക്കുന്നു. എത്ര എടുക്കുന്നത്? 9000. അത് എടുത്തിട്ട് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, മാറ്റുന്നത്? കനറ ബാങ്കിലേക്ക്. ഇവിടെയും നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പോലെ തന്നെയാണ്, എനിക്ക് നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. എന്റെ ഒരു അക്കൗണ്ടിലെ പൈസ മറ്റേ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പൊ എവിടുന്നാണ് എടുക്കുന്നത്? SBIയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ അവിടെയുള്ള ക്യാഷ് താണുപോയി, കുറഞ്ഞു. എങ്ങോട്ടാണ് ഇതിപ്പം വർദ്ധിച്ചു വരുന്നത്? കനറ ബാങ്കിലേക്ക്. അപ്പൊ നിലവിലുള്ള എടുത്ത് അത് കൂടി, അല്ലെ? കൂടുന്നത് ഡെബിറ്റും കുറയുന്നത് ക്രെഡിറ്റ് അല്ലേ? അപ്പം കനറ ബാങ്കിനെ ഡെബിറ്റും SBIനെ ക്രെഡിറ്റും. എഴുതി വെച്ചോ, കനറ ബാങ്ക് അക്കൗണ്ട് DR ടു SBI. എത്ര എടുത്തത്? 9000. ക്ലിയർ? ഇതിന്റെ നറേഷൻ ഒക്കെ എഴുതാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം ക്യാഷ് ട്രാൻസ്ഫേർഡ് ഫ്രം SBI ടു കനറ, അല്ലെ? ട്രാൻസ്ഫർ ഓഫ് ക്യാഷ് ഫ്രം SBI ടു കനറ, ഇങ്ങനെയൊക്കെ പറയാം. ക്ലിയർ? അപ്പൊ ഇതാണ് ഈ ട്രാൻസാക്ഷന്റെ ജേണൽ എൻട്രി. ഇതും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിലൊന്നും കൺഫ്യൂഷൻ ഇല്ല, വളരെ സിമ്പിൾ ആണ്. പക്ഷേ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നുണ്ട് ചെറിയ ചെറിയ ചില സംഗതികൾ, അവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. സോ ഞാൻ ഇത് ആദ്യം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ട്രാൻസാക്ഷനിലേക്ക് നമുക്ക് പോകാം. പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. ഇവിടെ മുതൽ ചെറുങ്ങനെ തുടങ്ങുകയാണ് ഓരോരോ കാര്യങ്ങൾ. നമ്മൾ സാധനം മേടിച്ചു, പൈസ കൊടുക്കണം. പൈസ നേരിട്ടല്ല കൊടുക്കുന്നത്, ഞാൻ എന്ത് ചെയ്യാണ്? ചെക്ക് എഴുതി കൊടുക്കുകയാണ്. നമുക്കിപ്പം കനറ ബാങ്കിൽ പൈസ ഉണ്ട് അല്ലെ, 9000. അപ്പോൾ തൽക്കാലം ചെക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പോയിക്കോളും. ക്ലിയർ? അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് എഴുതി കൊടുത്ത് എത്രയാ? 7000 രൂപയുടെ ചെക്കാണ് കൊടുത്തത്. എങ്ങനെയാ ട്രാൻസാക്ഷൻ വരിക? നമുക്കിവിടെ എഴുതി നോക്കാം. പർച്ചേസ് ആണല്ലോ, ഇങ്ങോട്ട് സാധനം വരുന്നു, ക്യാഷ് പോകുന്നു. അതിന് പകരം നേരിട്ട് ക്യാഷ് അല്ല പോകുന്നത്, ബാങ്കിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ബാങ്ക് ക്രെഡിറ്റ് ആണ് വരിക. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, പർച്ചേസ് അക്കൗണ്ട് DR ടു ബാങ്ക് അക്കൗണ്ട്. എത്രയാണോ ഡേറ്റ് അത് കൊടുക്കുക, എത്രയാണോ ക്യാഷ് അത് എഴുതുക. ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളോട് സ്പെസിഫൈ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഞാൻ പർച്ചേസ് ചെയ്തു, ചെക്ക് കൊടുത്തു. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഇന്ത്യയിലുള്ള നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 3 മാസം വരെ അത് കയ്യിൽ ഹോൾഡ് ചെയ്യാം. ആ 3 മാസത്തിനിടയ്ക്ക് വിത്തിൻ 3 മന്ത് ഉള്ളിൽ മാത്രം അദ്ദേഹം ബാങ്കിൽ കൊണ്ടുകൊടുത്താൽ മതി. അതുവരെ അത് വാലിഡ് ആണ്. അപ്പോൾ എനിക്ക് ഇന്നൊരു വ്യക്തി ചെക്ക് തന്നു വിചാരിക്കാം, ഞാൻ ഇന്നോ നാളെയോ എന്റെ സൗകര്യം പോലെ ബാങ്കിൽ കൊണ്ടുകൊടുക്കേണ്ടതുള്ളൂ. ഓക്കെ, അങ്ങനെ എപ്പോഴാണോ ബാങ്കിൽ അത് കൊണ്ടുകൊടുക്കുന്നത് അന്നാണ് ആക്ച്വലി ബാങ്കിൽ നിന്ന് ആ പൈസ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ നോക്ക്, ഞാനൊരു സാധനം മേടിച്ചു, ബാങ്ക് ചെക്ക് എഴുതി കൊടുത്തു. അപ്പൊ ആക്ച്വലി ഞാൻ ഇവിടെ ഈ എഴുതിയത്, ഞാൻ മേടിച്ച് ചെക്ക് കൊടുത്ത് അന്ന് തന്നെ അദ്ദേഹം ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്ത് കൊണ്ടുപോയി. എന്റെ ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന് അന്ന് തന്നെ പൈസ കിട്ടിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. പറഞ്ഞ മനസ്സിലായിക്കോ? അതായത് ഞാൻ സാധനം മേടിച്ചു, പർച്ചേസ് ചെയ്തു, എഴുതിയല്ലോ. ഇനി അതിന്റെ ക്യാഷ് ഞാൻ ചെക്ക് ആയിട്ടാണ് എഴുതി കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ബാങ്കിൽ നിന്ന് എഴുതാൻ കാരണം ഞാൻ എഴുതി കൊടുത്ത ചെക്ക് അന്ന് തന്നെ അദ്ദേഹം ബാങ്കിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അവിടുന്ന് ക്യാഷ് ആക്കി മാറ്റിയിട്ടുണ്ട്, എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറഞ്ഞു എന്ന് എഴുതിയത്.
നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. അന്ന് തന്നെ അത് ബാങ്കിൽ ആ കിട്ടിയ ചെക്ക് കിട്ടിയ വ്യക്തി കൊണ്ടുകൊടുത്തിട്ടുണ്ട്, അന്ന് ബാങ്കിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഇത് ഞാൻ എഴുതിയത്. എന്തിനാ ഞാനതിങ്ങനെ ഊന്നി 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 പറയുന്നേ? ചിലപ്പോ ഞാനിപ്പം പറഞ്ഞല്ലോ 3 മാസം വരെ അത് ഹോൾഡ് ചെയ്യാം. ഇന്ന് ഞാൻ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ന് സൗകര്യമില്ല, സമയമില്ല, അല്ലെങ്കിൽ ഇന്ന് ബാങ്ക് ഹോളിഡേ ആണ്, അല്ലെ? ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ സൗകര്യപൂർവ്വം അദ്ദേഹത്തിന് പോകുള്ളൂ. ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ഒരു ചെക്കും കൊണ്ട് പോവുക, പിന്നെ അടുത്ത ചെക്ക് കിട്ടുമ്പോൾ അതും കൊണ്ട് പോവുക, ഇങ്ങനെയൊന്നും ചെയ്യൂല. കുറെ ചെക്കുകളൊക്കെ കിട്ടുമ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ ഒന്നിച്ച് കൊണ്ടുകൊടുക്കുക ചെയ്യാം. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത ചെക്ക് അദ്ദേഹം ഇന്ന് പിന്നെ ബാങ്കിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ, പൈസ എടുക്കുന്നില്ലെങ്കിൽ സത്യത്തിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാ. അദ്ദേഹം ഇന്ന് തന്നെ അത് എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഞാൻ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ക്ലിയർ? ഇനി അദ്ദേഹം ഇന്ന് അത് എടുക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പാടില്ല, അതിന് വേറെ ഉണ്ട്. അത് നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. അത് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോ ഇത്രയും മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അടുത്ത ട്രാൻസാക്ഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം. സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് എ ചെക്ക് 3000. ഞാനൊരു സാധനം ഒരു വ്യക്തിക്ക് വിറ്റു, അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്കൊരു ചെക്ക് കിട്ടി, 3000 ചെക്കാണ് ഇങ്ങോട്ട് കിട്ടിയത്. ഇനി ഞാൻ കിട്ടിയ ചെക്ക് ഞാൻ എന്ത് ചെയ്യണോ? നമ്മളെ ബാങ്കിൽ കാനറയിലോ SBIയിലോ കൊണ്ട് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? എന്റെ അക്കൗണ്ടിലേക്ക് 3000 രൂപ ക്രെഡിറ്റ് ചെയ്ത് വരും. അത് എവിടുന്ന് എടുക്കുന്നത്? ഞാൻ ആർക്കാണോ വിറ്റ് ആ ചങ്ങായിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്. അതും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വന്നു എന്നാണ് കാണിക്കുക. ഇന്ന് ഞാൻ വിറ്റു, ഇന്ന് തന്നെ എനിക്ക് ചെക്ക് കിട്ടി, ഇന്ന് തന്നെ ഞാൻ അത് ബാങ്കിൽ കൊണ്ടു കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പോഴാണ് എനിക്ക് ബാങ്കിൽ കിട്ടി എന്ന് ഇന്ന് തന്നെ എഴുതാൻ പറ്റുക. അതായത് കിട്ടിയ ചെക്ക് അന്ന് തന്നെ ഞാൻ ബാങ്കിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ബാങ്കിൽ കിട്ടി. അതായത് ബാങ്ക് അക്കൗണ്ട് DR. ഇവിടെ SBIയോ അല്ലെങ്കിൽ കനറയോ ഏതോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒന്നാന്ന് വിചാരിച്ചു. നമുക്ക് 2 അക്കൗണ്ട് ഉണ്ടല്ലോ, നമുക്ക് എവിടെയും കൊടുക്കാം. അപ്പോൾ എവിടെയാണോ കൊണ്ടുകൊടുത്ത ആ അക്കൗണ്ടിലാണ് അത്രയും പൈസ വരിക, അല്ലെ? ടു സെയിൽസ് എത്ര? 3000. ഓക്കെ. ഇതെങ്ങനെയാ അന്ന് തന്നെയാണോ ഇത് ബാങ്ക് കൊണ്ടുകൊടുത്ത് അന്ന് തന്നെ കൊടുത്തിട്ടില്ലേ എന്നൊക്കെ മനസ്സിലാകുക? ശരിക്കും ഒരു ബിസിനസ് ആണെന്ന് വിചാരിക്കാം. ഇതൊക്കെ ശരിക്കും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഒരാളുടെ ബിസിനസ് നടക്കുന്ന കാര്യമാണെങ്കിൽ അന്ന് ഒരു ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടുകൊടുത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും, ഓണർക്ക് അറിയാൻ പറ്റും, അക്കൗണ്ടിന് അറിയാൻ പറ്റും, കാരണം അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. പക്ഷെ ട്രാൻസാക്ഷൻ ഇങ്ങനെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പ്രകാരം ചെയ്യുമ്പോൾ അതെങ്ങനെയാ മനസ്സിലാക്കുക? നിങ്ങൾ ആദ്യം ഇങ്ങനെ തന്നെ എഴുതി വെക്കുക. ഓക്കെ. അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഹിന്റ് അതിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ താഴോട്ട് എവിടെയെങ്കിലും പറയുന്നത് ആ അന്ന് പിന്നെ ഇദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടിയ ചെക്കിന്റെ ഇപ്പോഴാണ് നമ്മൾ ബാങ്കിലേക്ക് കൊണ്ടുകൊടുത്തത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ആ ചെക്ക് കിട്ടിയരം ബാങ്ക് എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ബാങ്കിൽ അന്ന് തന്നെ കൊടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നീട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ചെക്ക് കിട്ടി, സെയിൽ ചെയ്തിട്ട് ചെക്ക് കിട്ടി എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. പക്ഷെ ചെക്ക് കിട്ടിയെന്ന് ഒരു 5-ാം തീയതി അങ്ങാൻ പറയാണ്, പിന്നീട് 6-നോ 7-നോ 8-നോ 10-നോ അങ്ങാൻ പറയാണെന്ത് ആ കിട്ടിയ ചെക്ക് ഇപ്പോഴാണ് ബാങ്കിൽ കൊണ്ടു കൊടുക്കുന്നത്, അങ്ങനെ അങ്ങാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ എഴുതുമ്പോൾ ആദ്യം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ, ആ ചെക്ക് കിട്ടിയ അന്നേരം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് ബാക്കോട്ട് വന്നിട്ട് ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ. ഇതിപ്പോ ഇങ്ങനെ എഴുതുക. ഇപ്പോൾ നമ്മുടെ ചോദ്യപ്രകാരം ഇതും ഓക്കെയാണ്. ക്ലിയർ? രണ്ടും ഓക്കെയാണ്. ഇനി ഞാനിപ്പം പറഞ്ഞ പോലെ ചെക്ക് കിട്ടി അന്ന് ബാങ്കിൽ കൊണ്ടുകൊടുക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ചെക്ക് ഞാൻ കൊടുത്തു, അല്ലെ? അന്ന് തന്നെ അദ്ദേഹം ബാങ്കിൽ കൊണ്ടുകൊടുത്തിട്ടില്ല, പിന്നീടാണ് ബാങ്കിൽ കൊണ്ടുകൊടുക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാ നമ്മളറിയാം? നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇന്നിപ്പം പ്രത്യേകിച്ച് ഒരു പണിയുമില്ല, അല്ലെ? പ്രത്യേകിച്ച് ഒരു വിഷമമില്ല കിട്ടാൻ, കാരണം ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് അതിൽ നമ്മളെ ട്രാൻസാക്ഷന്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഈ നിമിഷം ആരൊക്കെ ബാങ്കിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടുപോയി, നമുക്ക് എത്ര പൈസ അതിൽ കൊണ്ടിട്ടിട്ടുണ്ടോ അതൊക്കെ ഡീറ്റെയിൽസ് അതിൽ കാണാൻ പറ്റും. കുറച്ച് മുന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കും, ആഴ്ചക്ക് അല്ലെങ്കിൽ മാസാമാസങ്ങളിൽ ഓരോ അക്കൗണ്ടന്റും ഓരോ ബിസിനസ്സുകാരും അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്യും. അതിൽ നോക്കിയിട്ട് അവർ മനസ്സിലാക്കും. അങ്ങനെയൊക്കെയാണ്. ക്ലിയർ? അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ള 2 തരത്തിലുള്ള ട്രാൻസാക്ഷൻ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാം. ക്ലിയർ? ഞാനിവിടെ കുറച്ച് ട്രാൻസാക്ഷൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കംപ്ലീറ്റ് നിങ്ങളുടെ നോട്ടിലേക്ക് മാറ്റി എഴുതുക. ബാങ്കിങ് ട്രാൻസാക്ഷന്റെ അടിയിലേക്ക് ഇത്രയും എഴുതുക. 1 2 3 4 5 എണ്ണം ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇതിന്റെ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ക്ലിയർ? വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുക, എഴുതാം.
ശരി, ഞാൻ നേരത്തെ പോലെ തന്നെ ഇവിടെ കള്ളിയൊന്നും വരയാൻ പോകുന്നില്ല. നിങ്ങൾ കള്ളിയൊക്കെ വരച്ചിട്ട് മാത്രം എഴുതിയാൽ മതി. ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്ക്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കിരൺ. കിരൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നു. ഓക്കെ. ആൻഡ് പെയ്ഡ് SBI ചെക്ക്. അദ്ദേഹത്തിന് ആ സ്പോട്ടിൽ തന്നെ അതിന്റെ പൈസ കൊടുക്കുകയും ചെയ്യാം. SBI ചെക്ക് ഇവിടെ കൊടുക്കുകയാണ്. 4500 രൂപയുടെ ചെക്കാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോ നിങ്ങൾ നോക്കുക, നമുക്കൊരു ബാങ്കിങ് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടെ 1-ാം തീയതിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, കിരണിന് ചെക്ക് കൊടുക്കുന്നത്. അപ്പോൾ 1-ാം തീയതി വൈകിട്ട് ഒരു ഈവനിങ്ങിൽ നമുക്കൊരു ബാങ്കിങ് ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, അതിന്റെ പൈസ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഞാനിവിടെ ഈ 1-ാമത്തെ ട്രാൻസാക്ഷൻ എഴുതിയിട്ടുള്ളത് ചെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ബാങ്കിൽ നിന്ന് അത് ക്യാഷ് ആക്കി മാറ്റിയിട്ടില്ല എന്നുള്ള തരത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതാന്ന് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞത് ചെക്ക് കൊടുത്തു, അന്ന് തന്നെ അദ്ദേഹം ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു, ബാങ്കിൽ നിന്ന് നമ്മുടെ പൈസ കുറഞ്ഞു. പക്ഷെ ഇവിടെ ഞാൻ സബ്മിറ്റ് ചെയ്ത ചെക്ക് അദ്ദേഹം ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ കൊടുത്ത ചെക്ക് അദ്ദേഹം ബാങ്കിൽ കൊടുത്തിട്ടില്ല. ക്ലിയർ? അങ്ങനെയാകുമ്പോ നമ്മൾ ആർക്കാ കൊടുത്തത്? പർച്ചേസ് ചെയ്തിട്ടല്ലേ? പർച്ചേസ് അക്കൗണ്ട് DR ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് എഴുതുക. അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് 4500. ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഞാൻ ചെക്കാണ് എഴുതി കൊടുത്തത്, പക്ഷെ അദ്ദേഹം ബാങ്കിൽ അത് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാനിവിടെ ബാങ്ക് SBI ബാങ്ക് എന്ന് എഴുതുന്നില്ല, മറിച്ച് ക്യാഷ് എന്നാണ് എഴുതിയത്. സാധാരണ ക്യാഷ് കൊടുക്കുമ്പോഴല്ലേ ക്യാഷ് പോയി എന്ന് എഴുതുക, സാധനം മേടിച്ച് ക്യാഷ് കൊടുക്കുമ്പോൾ. ഇവിടെ ചെക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടും ഞാൻ ക്യാഷ് എന്ന് എഴുതി. പക്ഷെ അതിനുള്ള കാരണം ഒറ്റയൊന്നാണ്. എന്താണ്? ആ കൊടുത്ത ചെക്ക് അദ്ദേഹം ബാങ്കിൽ കൊടുത്തിട്ടില്ല. അങ്ങനെയാകുമ്പോഴും നമ്മൾ എങ്ങനെയാണ് ക്യാഷ് എന്ന് എഴുതുന്നത്? അവിടെയാണ് ഇമ്പോർട്ടൻസ്. നിങ്ങളെ കൊടുത്ത ചെക്ക് എന്ന് പറയുന്ന ആ സാധനം അത് വാലിഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അദ്ദേഹത്തിന് അടുത്ത 3 മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ബാങ്കിലേക്ക് അത് കൊടുക്കാം. അങ്ങനെ അതിനെ ക്യാഷ് ആക്കി മാറ്റാം. ഓക്കെ, മനസ്സിലാകുന്നല്ലോ പറയുന്നേ? അപ്പോ സ്വാഭാവികമായിട്ടും അത് ബാങ്കിൽ കൊടുക്കുന്നത് വരെ നമുക്ക് ബാങ്കിൽ നിന്ന് പോയി അല്ലെങ്കിൽ ടു ബാങ്ക് എന്ന് എഴുതാൻ പാടില്ല. ഞാൻ ചെക്ക് എഴുതി കൊടുത്ത് അദ്ദേഹം ബാങ്കിൽ കൊണ്ടുപോയില്ല, ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെക്കുകയാണ് എന്ത്? പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. അപ്പൊ സത്യത്തിൽ ബാങ്കിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ലല്ലോ, കാരണം അദ്ദേഹം ബാങ്ക് കൊടുക്കാത്തതുകൊണ്ട് പോയിട്ടില്ല. എന്നിട്ട് ഞാൻ ടു ബാങ്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ ശരിക്കും ബാങ്കിൽ നിന്ന് കുറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ഇവിടെ എഴുതി വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് എഴുതി വെച്ച്. അത് തെറ്റാണ്. നിങ്ങൾ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പൈസ അവിടെ നിന്ന് കുറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ എഴുതി വെച്ച് നോക്കുമ്പോൾ ബാങ്കിൽ നിന്ന് കുറഞ്ഞു വന്നു. അപ്പൊ രണ്ടും ഡിഫറൻസ് വരും അല്ലേ? അതായത് ഒരേ സംഗതി തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ അല്ലെ ബാങ്കിന്റെ പാസ്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അത് കുറഞ്ഞിട്ടില്ല എന്നാ കാണുക, കാരണം അദ്ദേഹം സബ്മിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ചെക്ക് എഴുതി കൊടുത്ത വകയിൽ ഞാൻ എന്ത് ചെയ്ത് അന്നേരം തന്നെ ഇവിടെ എഴുതി വെച്ചത് എന്റെ ബാങ്കിൽ നിന്ന് പോയി. അപ്പൊ അവിടെ ഒരു മിസ് മാച്ച് ഉണ്ടാകും അല്ലെ? ആ മിസ് മാച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അദ്ദേഹം എപ്പോഴാണോ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നത് അതുവരെ ഇങ്ങനെ അവിടെ എഴുതി വെക്കും, എന്നിട്ട് അത് ശരിയാണ്. ഓക്കെ, ഇനി അതിന്റെ ബാക്കിയുള്ളത് ഞാൻ പറയുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ തന്നെ ഞാൻ കുറച്ച് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അത് നിങ്ങൾ ക്ഷമിച്ചോളാം. അപ്പൊ നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് നോക്കാം. ഓക്കെ, സോൾഡ് ഗുഡ്സ് ടു മോഹൻ ആൻഡ് റിസീവ്ഡ് എ ചെക്ക്. ഇത് ഈ എഴുതിയത് 1-ാം തീയതിയാണ്, ഇനി നമ്മൾ എഴുതുന്നത് 5-ാം തീയതിയാണ്. എന്താണ്? സോൾഡ് ഗുഡ്സ് ടു മോഹൻ ആൻഡ് റിസീവ്ഡ് എ ചെക്ക്. ഞാൻ മോഹൻ ഒരു സാധനം വിറ്റു, അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് ചെക്ക് ഇങ്ങോട്ട് കിട്ടി. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള സെയിം സിറ്റുവേഷൻ ആയിട്ട് തന്നെയാണ് ഇവിടെ ഞാൻ ഇത് പറയുന്നത്. ആ കിട്ടിയ ചെക്ക് കിട്ടുമ്പോൾ നമ്മൾ ആക്ച്വലി സാധാരണ ഗതിയിൽ ബാങ്കിൽ കിട്ടി എന്ന് എഴുതി വെക്കും. പക്ഷേ ആ കിട്ടിയ എൻ്റെ കയ്യിലുള്ള എൻ്റെ ബിസിനസ്സിലുള്ള ചെക്ക് ആക്ച്വലി ബാങ്കിൽ കൊടുക്കുമ്പോഴല്ലേ ബാങ്കിൽ കിട്ടുന്നുള്ളൂ, ശരിക്ക് ബാങ്കിലെ പൈസ വരുന്നുള്ളൂ. അല്ലാണ്ട് ഇത് ബാങ്ക് അറിയുന്നുണ്ടോ എനിക്ക് ചെക്ക് തന്നത്? ഇല്ല, ഞാനത് കൈവെക്കാണ്. എനിക്ക് അടുത്ത ആഴ്ച കൊടുക്കാം, അടുത്ത മാസം കൊടുത്താൽ മതി, തൊട്ടടുത്ത മാസം കൊടുത്തു കഴിഞ്ഞാലൊക്കെ എന്തുണ്ട്? അത് വാലിഡ് ആണ്. അപ്പോൾ ആക്ച്വലി എപ്പോഴാണോ ഞാൻ ബാങ്കിൽ കൊടുക്കുന്നത് അതുവരെ ബാങ്കിൽ കിട്ടി എന്ന്, ബാങ്ക് ഡെബിറ്റ് എന്ന് എഴുതാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ക്യാഷ് എന്ന് തന്നെ ഈ എഴുതിയ പോലെ തന്നെ ഇവിടെ എഴുതും, ക്യാഷ് അക്കൗണ്ട് DR ടു സെയിൽസ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇതിന്റെ ടെസ്റ്റ് ഞാൻ അവസാനമാണ് വെളിപ്പെടുത്തുക.
പിന്നെ ആ സമയത്ത് ഇത് വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോ ഒറ്റൊരു കാര്യം ചെയ്തിട്ടുള്ളൂ, ചെക്ക് ട്രാൻസാക്ഷൻ നടത്തിയപ്പോ എന്നാൽ ബാങ്കിൽ നിന്ന് അത് കറക്റ്റ് ആയിട്ട് നടത്തിയിട്ടില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ ചെക്കിന് അല്ലെങ്കിൽ ബാങ്കിന് പകരം ക്യാഷ് എന്ന് 2 സിറ്റുവേഷനിലും എഴുതി. ക്ലിയർ. ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്ക്. കിരൺ സബ്മിറ്റഡ് ദി ചെക്ക് ടു ദി ബാങ്ക്. യെസ്, 10-ാം തീയതി. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്ക്, 10-ാം തീയതി. ഈ ട്രാൻസാക്ഷനുമായിട്ട് ഒന്നാമത്തെ ട്രാൻസാക്ഷനുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. എന്താണ്? മേടിച്ചു, ചെക്ക് കൊടുത്തു എന്നല്ലേ. ആ 1-ാം തീയതി നമ്മൾ മേടിച്ച് കൊടുത്ത ചെക്ക് കിരൺ ആക്ച്വലി 10-ാം തീയതിയാണ് ബാങ്കിലേക്ക് കൊണ്ടുകൊടുക്കുന്നത്, 9 ദിവസം കഴിഞ്ഞിട്ട്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. എന്റെ ബാങ്ക് അക്കൗണ്ട് ആണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കിരൺ ആ 10-ാം തീയതി ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം ബാങ്കിൽ കിട്ടിയല്ലോ, ആ ചെക്ക് ബാങ്ക് കിട്ടിയല്ലോ അല്ലെ. കിരൺ എന്ത് ചെയ്യുന്നത്, എന്റെ അക്കൗണ്ടിൽ നിന്ന് അത്രയും പൈസ എടുത്ത് പോയിട്ടുണ്ടാവും. ഇപ്പോഴാണ് ആക്ച്വലി ബാങ്കിൽ നിന്ന് ആ പൈസ പോയത്. അപ്പോൾ ബാങ്കിൽ നിന്ന് ആ പൈസ പോയത് കൊണ്ട് നമുക്കിവിടെ ടു ബാങ്ക് എന്ന് എഴുതാം, ടു ബാങ്ക് അക്കൗണ്ട് അല്ലെ. ഇനി ഡെബിറ്റ് എന്ത് എഴുതും എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ നേരത്തെ ബാങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സാധനം മേടിച്ച് ചെക്ക് കൊടുത്തപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തു എന്നല്ലേ എഴുതി വെച്ചത്. ചെക്ക് കൊടുത്തിട്ടും ബാങ്കിൽ നിന്ന് പോയി എന്നല്ല എഴുതിയത്, മറിച്ച് ക്യാഷ് പോയി എന്നുള്ള അർത്ഥത്തിലല്ലേ എഴുതി വെച്ചത് അല്ലെ. അപ്പോ ഈ ക്യാഷ് പോയി എന്ന് എഴുതിയത് ഈ ചെക്ക് കൊടുത്ത സമയത്താണ്. അത് നിങ്ങൾ ഓർമ്മിക്കണം. ചെക്ക് കൊടുത്തോണ്ട് ആ ചെക്കിനെയാണ് ഞാൻ ഇവിടെ ക്യാഷ് എന്നും പറഞ്ഞിട്ട് എഴുതിയത്. ഞാനിപ്പോ ഒരു ചെക്ക് കൊടുത്തു, ആ ചെക്ക് കൊടുത്തപ്പോഴാണ് ഞാൻ ക്യാഷ് കൊടുത്തു എന്നുള്ള അർത്ഥത്തിൽ എഴുതിയത്. അത് നിങ്ങൾ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് തെറ്റായിരിക്കും, അങ്ങനെയല്ല വിചാരിച്ചോ. പക്ഷെ ഞാൻ കൊടുത്തത് ചെക്കാണ്, പക്ഷെ ഞാൻ എഴുതി വെച്ചത് ക്യാഷ് തന്നെയാണ്. അപ്പൊ ഈ ചെക്കല്ലേ ആക്ച്വലി ഇപ്പം ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ബാങ്കിലേക്ക് കിട്ടുന്നത് ഈ ചെക്കാണ്. ഓക്കെ. അപ്പോ ഇവിടെ ഈ ക്യാഷ് എന്ന് പറയുന്ന ഈ ചെക്ക് എന്ന് പറയുന്ന സാധനമാണ് ഇപ്പം ബാങ്കിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്യാഷ് എന്ന് എഴുതാം, ക്യാഷ് അക്കൗണ്ട് DR. എന്തുകൊണ്ടാ? ചെക്ക് എന്നുള്ള സാധനം കൊടുത്തപ്പോ ഞാൻ ക്യാഷ് എന്ന് എഴുതി, അതേ ചെക്കാണ് ഇപ്പം അദ്ദേഹം ബാങ്കിലേക്ക് കൊണ്ടുകൊടുക്കുന്നത്. അപ്പോ ആ ക്യാഷ് എന്ന് എഴുതിയ സാധനം തന്നെ അല്ലേ ഇവിടെ എഴുതേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ചെക്ക് കൊടുത്തപ്പോഴാണ് ഞാൻ ക്യാഷ് എന്ന് എഴുതിയത്. ചെക്ക് ഇപ്പൊ ആ വ്യക്തിന്റെ കയ്യിലുള്ളത്, കിരണിന്റെ കയ്യിൽ. ഓക്കെ. ഇപ്പൊ ചെക്ക് എന്ത് ചെയ്യുന്നു, കിരൺ ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യാണ്. അപ്പോ കിരണിന് കൊടുത്തപ്പോ ഞാൻ ക്യാഷ് എന്ന് എഴുതിയത്. അപ്പൊ ആ സാധനമാണ് ഇപ്പം ബാങ്കിലേക്ക് പോകുന്നത് എന്നല്ലേ എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ക്യാഷ് എന്ന് എഴുതിയത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്ന് പിന്നോട്ട് വരിക, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അങ്ങനെയാകുമ്പോ ഇവിടെ ക്യാഷ് പോയി, ഇവിടെ ക്യാഷ് കിട്ടി എന്നുള്ള അർത്ഥത്തിലാണ് ഇത് വരുന്നത്. ഇവിടെ ക്യാഷ് എങ്ങനെയാ കിട്ടിയ, ക്യാഷ് എങ്ങനെയാ പോയെന്നുള്ള കൺഫ്യൂഷനിലേക്ക് ചിന്ത നിങ്ങളുടെ പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യാം, ഇനി ഞാനത് ആവർത്തിക്കുന്നില്ല, ചിലപ്പോൾ അത് ബോറായി പോവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി. ഞാൻ അവിടെ നിർത്തുകയാണത്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്ക്. എന്താ? മോഹൻസ് ചെക്ക് സബ്മിറ്റഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ. അതാണ് അടുത്ത ട്രാൻസാക്ഷൻ. മോഹന്റെ അടുത്ത് നിന്ന് നമുക്കൊരു ചെക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ, സെയിൽ ചെയ്തിട്ട് ഒരു ചെക്ക് കിട്ടിയിട്ടുണ്ട്. ആ ചെക്ക് കിട്ടിയത് ഞാൻ ബാങ്കിലേക്ക് കൊണ്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെക്ക് കിട്ടിയപ്പോൾ ഞാൻ ബാങ്ക് എന്ന് എഴുതിയിട്ടില്ല, മറിച്ച് ക്യാഷ് എന്നാണ് എഴുതിയത് അല്ലെ. ഈ ക്യാഷ് എന്ന് എഴുതിയ എന്തെന്നാ, നമ്മളെ കയ്യിലാണ് ചെക്ക് ഉള്ളത്. ഓക്കെ. ബാങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ബാങ്കിൽ സബ്മിറ്റ് ചെയ്താലാണല്ലോ ബാങ്കിൽ കിട്ടി എന്ന് പറയാം. അങ്ങനെ സബ്മിറ്റ് നമ്മൾ ചെയ്തിട്ടില്ല, എന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. എങ്കിലും അതൊരു പൈസക്ക് തുല്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്, വിലയുള്ളതാണ്. അത് എപ്പം വേണമെങ്കിലും എനിക്ക് ക്യാഷ് ആക്കി മാറ്റാം. അതുകൊണ്ട് ഞാൻ ക്യാഷ് എന്ന് തൽക്കാലം എഴുതി. എന്നിട്ട് ഇവിടെ 16-ാം തീയതി ആവുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മറ്റു ചെക്കുകളൊക്കെ ഉണ്ടാവും ചിലപ്പോ എല്ലാം കൂടെ, അല്ലെങ്കിൽ ബാങ്കിൽ എനിക്ക് ഇപ്പം പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവും. അന്നേരമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ മോഹൻ തന്നിട്ടുള്ള ചെക്ക് എടുത്തിട്ട് ബാങ്കിലേക്ക് കൊണ്ടുകൊടുക്കുന്നത്. അപ്പോ ഇവിടെ ക്യാഷ് എന്നുള്ള സംഗതി അല്ലേ ചെക്ക് കിട്ടിയപ്പോ ഞാൻ എഴുതിയത്. അപ്പോ ഈ ചെക്കല്ലേ ഇപ്പൊ അവിടെ കൊണ്ടുകൊടുക്കുന്നത്. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് അങ്ങ് ബാങ്കിലേക്ക് പോകുകയല്ലേ. ഈ ചെക്ക് ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടിയെന്ന് അവിടെ എഴുതിയത് ക്യാഷ് എന്ന്. അപ്പോ ഇപ്പോ ഈ 16 ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ചെക്ക് ബാങ്കിൽ കൊടുക്കുന്നത്. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ ഇത് ക്രെഡിറ്റ് അല്ലേ വരിക, ഈ കിട്ടി എന്ന് പറഞ്ഞ സാധനം അങ്ങ് പോകുമ്പോ. ഇവിടെ ക്യാഷ് എന്ന് എഴുതിയത്, ആ ക്യാഷ് അങ്ങോട്ട് പോയി എന്ന് എഴുതണം നിങ്ങൾ. ടു ക്യാഷ് അക്കൗണ്ട്. എന്നിട്ട് ഡെബിറ്റ് എന്ത് ചെയ്യണോ, ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് DR. എത്രയാണ് എമൗണ്ട്? ഇവിടെ എമൗണ്ട് പ്രത്യേകം ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്കറിയാം
ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ മോഹന്റെ ഇടപാടുമായിട്ട് ബന്ധപ്പെടുന്ന പൈസ എന്ന് പറയുന്നത് നേരത്തെ അക്കൗണ്ടിൽ നമ്മൾ എത്ര എഴുതിയത് അതേ പൈസ തന്നെ. അവിടെ പൈസ എഴുതിയിട്ടില്ല എന്ന് തോന്നിയ അല്ലെ? എത്രയാണോ അവിടെ പറഞ്ഞത് അതേ എമൗണ്ട് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. കാരണം ആ ചെക്കാണ് ഇപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് സംഭവം വരിക. അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യത്തേത് ഈ സാധനവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി നിങ്ങൾ നോക്ക്, നേരത്തെ പറഞ്ഞതിനെ ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് പറയുകയാണെ. ഇവിടെ പർച്ചേസ് ചെയ്ത് ചെക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ക്യാഷ് പോയി എന്ന് ഞാൻ എഴുതി. പിന്നീട് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പിന്നെ ഇതാ ഇവിടെ 10-ാം തീയതി ആ ചെക്ക് അദ്ദേഹം ബാങ്കിൽ കൊണ്ടുകൊടുത്തു എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പോയി നമ്മളെ കയ്യിൽ നിന്ന് എഴുതി കൊടുത്ത് ചെക്ക് എഴുതി കൊടുത്തപ്പോൾ ക്യാഷ് പോയി എന്ന് എഴുതിയപ്പോൾ അത് അദ്ദേഹം ബാങ്കിൽ കൊണ്ടുകൊടുത്തപ്പോൾ ബാങ്കിൽ കിട്ടി എന്ന് ഡെബിറ്റിൽ എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? അത്രയും പൈസ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കും അല്ലെ, എന്റെ അക്കൗണ്ടിൽ നിന്ന്. അപ്പൊ എന്റെ അക്കൗണ്ടിലെ പൈസ പോയില്ലേ? അതാണ് ടു ബാങ്ക്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ട്രാൻസാക്ഷൻ. ഇനി ഒരു ട്രാൻസാക്ഷൻ കൂടി അതിലുണ്ട്. ഓക്കെ, ആ ട്രാൻസാക്ഷൻ എന്താ നോക്കാം നമുക്ക്. മോഹൻസ് ചെക്ക് വാസ് റിട്ടേൺഡ് ഡിസോണേഡ്. അത് അവിടെ നിൽക്കട്ടെ. അതിന്റെ മുന്നേ ഇതിന്റെ നമ്മൾ പറഞ്ഞു നിർത്തിയ ആ കാര്യം കൂടി ഒന്നുകൂടി ജസ്റ്റ് പറയാം. ഇപ്പോ ഇവിടെ ക്യാഷ് പോയി, അതേ സംഗതിയിൽ തന്നെ ക്യാഷ് കിട്ടിയെന്ന് എഴുതി. അപ്പൊ ക്യാഷ് ഇങ്ങോട്ട് വന്നു, അങ്ങോട്ട് പോയി. 100 രൂപ കിട്ടി, 100 രൂപ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്യാൻസൽ ആയില്ലേ? ഒരു ട്രാൻസാക്ഷൻ അവിടെ നടക്കാത്ത പോലെയാണ്. എനിക്കൊരാൾ 100 രൂപ തന്നു, ഞാൻ ഒരുത്തന്നെ 100 രൂപ കൊടുക്കാനുണ്ടായിരുന്നു, അത് ഞാൻ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ എന്റെ കയ്യിൽ 0 അല്ലേ? അതായത് എനിക്ക് കിട്ടുന്നതിന്റെ മുന്നേ ഉള്ള എന്റെ അവസ്ഥ എന്താണോ അത് തന്നെ അല്ലേ ഇപ്പോഴും? കാരണം കിട്ടിയത് ഞാൻ കൊടുത്തു, കാരണം എൻ്റെ അടുത്തൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇത് ഇവിടെ കിട്ടി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഘട്ടമാകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഇത് 2 എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഇവിടെ ഈ ഘട്ടത്തിൽ എത്തുമ്പോൾ അത് ഡെബിറ്റ് ആകുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും അങ്ങ് ക്യാൻസൽ ആയി പോകുന്നുണ്ട്. 10 രൂപ കിട്ടി, 10 രൂപ പോയി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത്. പിന്നെ അവിടെ ബാക്കിയുള്ളത് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ്. ഇവിടെ നോക്ക്, ഈ ട്രാൻസാക്ഷൻ്റെ അകത്ത് ഇവിടെ ഈ അക്കൗണ്ട് അവിടെ ഉണ്ട്, ഇവിടെ ബാങ്ക് എന്നുള്ള അവിടെ ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്തുണ്ട്, സാധനം പൈസ അല്ലെങ്കിൽ ചെക്ക് എഴുതി കൊടുത്ത് മേടിക്കുന്നുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്നാണ് എഴുതുക. അത് തന്നെയാണ് ആക്ച്വലി ഇവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ നേരിട്ട് നിങ്ങൾ ഇവിടെ ടു ബാങ്ക് എന്ന് എഴുതാൻ പാടില്ല. കാരണം നമ്മളിപ്പം ബാങ്കിൽ അത് സബ്മിറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ക്യാഷ് എഴുതിയത്. പക്ഷെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പോയി എന്ന് പറഞ്ഞ സാധനം ബാങ്കിലേക്ക് കിട്ടിയെന്നും ആക്ച്വലി ബാങ്കിൽ നിന്ന് നമ്മളെ പൈസ പോയി എന്നും ടു ബാങ്ക് എന്ന് എഴുതും. അപ്പോൾ സത്യത്തിൽ ടു ബാങ്കിൽ ടു ക്യാഷ് ഉള്ളത് ഇവിടെ ഡെബിറ്റിൽ ക്യാഷ് വരും, അത് എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ആവും. പിന്നെ ബാക്കിയുള്ളത് പർച്ചേസ് അക്കൗണ്ടും ടു ബാങ്കുമാണ്. ഓക്കെ, അങ്ങനെ ആക്ച്വലി നമ്മൾ ഒരു ചെക്ക് കിട്ടുമ്പോൾ എങ്ങനെയാണോ എഴുതി വെക്കൽ അതുപോലെ തന്നെയാവും. നേരത്തെ ആദ്യത്തെ 5 ഞാൻ പറഞ്ഞില്ലേ അല്ലെ, നേരത്തെ എഴുതിയേക്കാൻ പറഞ്ഞ അതിൽ അങ്ങനെയാണ് എഴുതിയത്. പക്ഷെ ഇവിടെ മറ്റൊരു തരത്തിൽ എഴുതി എന്നേ ഉള്ളൂ. ഇങ്ങനെയും വരാം. അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം, നേരിട്ട് ഇങ്ങനെ എഴുതാൻ പാടില്ല. അങ്ങനെ പർച്ചേസ് അക്കൗണ്ട് ടു ബാങ്ക് ചെക്ക് സബ്മിറ്റ് ചെയ്യുന്നതിൽ ഇല്ല എങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ എഴുതണം. ക്ലിയർ? അതുപോലെ തന്നെയാണ് സെയിൽസിന്റെ കേസിലും. എന്തുണ്ട്, ഇവിടെ വിറ്റിട്ട് ചെക്ക് കിട്ടിയപ്പോൾ ഞാൻ ബാങ്ക് എന്നല്ല എഴുതിയ, മറിച്ച് ക്യാഷ് എന്ന് എഴുതി. ആ ക്യാഷ് എന്ന് എഴുതിയ സംഗതി ചെക്ക് എന്റെ കയ്യിലുള്ളപ്പോഴാണ് അങ്ങനെ എഴുതിയത്. ആ ചെക്ക് ഞാൻ നേരിട്ട് ബാങ്കിൽ കൊണ്ടുകൊടുക്കുകയാണ്. ബാങ്ക് കൊണ്ടുകൊടുക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് അത് പോയല്ലോ. അതിനെന്തേലും ഞാൻ എഴുതിയ ക്യാഷ് എന്നല്ലേ. അപ്പൊ ഈ കിട്ടി എന്ന് പറഞ്ഞ സാധനം അങ്ങനെ തന്നെ പോയി. അപ്പൊ ഇവിടെ ഇത് കിട്ടിയത് അങ്ങനെ തന്നെ പോയി. പിന്നെ ബാലൻസ് ബാങ്കും എന്തുവാണ് ഇതിലുള്ളത്, സെയിൽസും ഉള്ളത് അല്ലെ. വിറ്റു ബാങ്കിലേക്ക് പൈസ കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം. ബാങ്കും സെയിൽസും രണ്ടും അടുത്തായി പോയതുകൊണ്ട് കൺഫ്യൂഷൻ ആയിട്ട് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് കാണുക, മനസ്സിരുത്തി. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ കുറച്ച് എന്ത് ചെയ്യുക, ലോ ഇതിലേക്ക് ഇട്ടിട്ട് നിങ്ങളെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. അപ്പൊ ഇത്രയാണ്. അത് ഞാൻ ഇപ്പൊ എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. തൽക്കാലം അതിലുള്ള സംഗതി നമുക്ക് പിന്നീട് മറ്റൊരു കേസിൽ ഒരു ചോദ്യത്തിലേക്ക് പറയാം. ഇത് ഞാനിവിടെ നിർത്തുകയാണ്. അത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.